അവസാനം ഹോർമോസ് തുറക്കാൻ പോയന്മാർ തന്നെ ഹോർമോസ് അടച്ചിട്ട അവസ്ഥ. ഇത് വൈദ്യൻ എന്താ പറയുക കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഇറാൻ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോൾ ഇനി ഇറാൻ നടത്തേണ്ട, അത് അമേരിക്ക തന്നെ നടക്കോളും എന്ന് പറയുന്ന ഒരവസ്ഥ. ഇനി അമേരിക്ക ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ലോകരാജ്യങ്ങൾ ഇറാനെതിരെ തിരിയും എന്നുള്ള കൂർമ്മ ബുദ്ധിയോടെ അമേരിക്ക അതിൽ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുല്ലേ. ഇന്നലത്തെ ചർച്ച അലസ്യതോടുകൂടി ട്രംപിൻ്റെ ആദ്യ പ്രതികരണത്തിൽ അല്ലെങ്കിൽ ആദ്യ പടി ചവിട്ടി കയറി പടി എന്ന് പറഞ്ഞ ഇതായിരുന്നു, ഞങ്ങൾ തന്നെ അങ്ങോട്ട് അടയ്ക്കാൻ പോകുന്നു ഹോർമോസ് ഞങ്ങൾ അടയ്ക്കും. അതുമാത്രമല്ല ഇറാനിലോട്ട് വരുന്ന അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പോകുന്ന ഷിപ്പുകളൊക്കെ ഞങ്ങൾ സ്പോട്ടിൽ തകർത്ത് കളയും. ഇനി മറ്റ് ഷിപ്പുകൾ അതിലൂടെ കടക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നൊക്കെയാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വിട്ട വെടികൾ. ഇനി അതുമാത്രമല്ല സെൻട്രൽ കമാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ഇങ്ങനെയാണ്: ദ ബ്ലോക്കേഡ് ഓഫ് ഇറാൻ സ്പോട്ട് വിൽ ബിഗിൻ അറ്റ് 10 AM ടുമോറോ. അതായത് ഇന്നലെ രാത്രി വന്ന പോസ്റ്റാണ്. അതായത് യു എസ് ഈസ്റ്റേൺ ടൈം, അതായത് അമേരിക്കയിലെ സമയം ഇപ്പോൾ ഇന്ന് 10 മണിക്ക്, ഇപ്പോൾ ഇന്നത്തെ ദിവസം 10 മണി മുതലാണ് അമേരിക്ക ഈ ഒരു ബ്ലോക്കേഡ് തുടങ്ങാൻ പോകുന്നത്. അതായത് ഇതിൽ ഇവർ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഇവർ വിട്ടുകൊടുക്കുന്ന കപ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് വി വിൽ നോട്ട് ഒബ്സ്ട്രക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ഷിപ്പ് ഹെഡിങ് ടു നോൺ ഇറാനിയൻ പോർട്ട്. ഇറാനിയൻ പോർട്ടിലോട്ട് പോകുന്ന കപ്പലുകളെ ഞങ്ങൾ ഒബ്സ്ട്രക്ട് ചെയ്യില്ല, തടയില്ല. അതല്ല ഇറാനിലോട്ട് പോകുന്ന കപ്പലുകളും ഇറാനിൽ നിന്ന് പോകുന്ന കപ്പലുകളൊക്കെ ഞങ്ങൾ സ്പോട്ടിൽ വെടിവെച്ച് തീർക്കും എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡുള്ള ഉത്തരവിട്ടത്. തിരിച്ച് ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഒരു നേതാവ് എന്നല്ല കേട്ടോ. ഇപ്പോൾ ഇറാൻ്റെ IRGCയിലുള്ള ഒരുപാട് കമാൻഡേഴ്സ് ഉണ്ട്, IRGCയുടെ ഹെഡ്സ് ഉണ്ട്, ചീഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇറാൻ്റെ മറ്റ് സുപ്രീം ലെവലിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ വന്ന് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ട്രംപേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോ, താൻ എന്ത് ഓളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രോമത്തിൻ്റെ വില പോലും ഇല്ല. ഇപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞ ഒരു കോമാളിയൊക്കെ വെറും ഒരു കോമാളി, ലോകത്തിലെ ഒരു ഏറ്റവും വലിയ കോമാളിയായിട്ട് ഇവർ കാണുന്നുള്ളൂ. അതുമാത്രമല്ല ട്രംപ് പറയുന്നത് ഒരു കോമാളി പറയുന്ന വാക്കായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് ഇറാൻ്റെ ഓരോ പ്രതിനിധികളും എന്ന് പറയുന്നത്. ഈവൻ ലോകരാജ്യങ്ങൾ വരെ ട്രംപ് പറയുന്നത് വെറും ഒരു കോമാളിത്തരമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു രീതിയിലും ചിന്തിക്കുന്ന പോലുമില്ല ഈ പറഞ്ഞ രാജ്യത്തുള്ള ഒരാളുകളും. അപ്പോൾ ഇതാണ് ഈ ഒരു ഹോർമോസ് കടലിടുക്ക് അമേരിക്ക തന്നെ അടയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെ ഇറാൻ്റെ പ്രതികരണം. അത് മാത്രമല്ല ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ കപ്പലുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇറാൻ അതിനെ തകർത്തെറിയും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ എൻഡിലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് 2 അമേരിക്കൻ കപ്പലുകളാണ്, അമേരിക്കൻ പടക്കപ്പലുകളാണ് ഇറാൻ്റെ ഹോർമോസിലോട്ട് ഇരച്ചു കയറി വന്നത്. എന്തോ തീർക്കുമെന്ന് വിചാരിച്ചിട്ട്. ആ കപ്പലുകളുടെ പേരെന്തായിരുന്നു നമ്മളിന്നലെ പറഞ്ഞിരുന്നല്ലോ, USS മൈക്കൽ മർഫി, അതുപോലെ തന്നെ USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ. ഈ 2 കപ്പലുകളാണ് ഇന്നലെ ഇടിച്ചു കയറി വന്നത്. ഇടിച്ചു കയറി ക്രൂയിസ് മിസൈലുകളൊക്കെ ഉന്നം വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വന്നതായിരുന്നു. ഈ കപ്പലിൻ്റെ ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഈ കപ്പലിനെ ലോക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതായത് ഇറാൻ ഉന്നം വെച്ച ഡ്രോണുകൾ കപ്പലിന് മുകളിലേക്ക് ഉന്നം വെച്ചിട്ട് ഇറാൻ്റെ IRGC അവരുടെ ചെറിയ ബോട്ടുകളുണ്ട് അതങ്ങോട്ട് വന്നു. അതുമാത്രമല്ല ഇവരുടെ തീരത്തുനിന്ന് നല്ല നല്ല മിസൈലുകൾ അങ്ങോട്ട് ഉന്നം വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് അങ്ങോട്ട് കൊടുത്തു. 30 മിനിറ്റാണ് ഈ ഒരു ഡീറ്റെയിൽസ് ഇറാൻ്റെ IRGC ഈ പറഞ്ഞ 2 കപ്പലുകൾക്കും ഷെയർ ചെയ്ത് കൊടുത്തത്. ഇത് വന്നതോടുകൂടി 30 മിനിറ്റിൻ്റെ അന്ത്യശാസനത്തിൻ്റെ ഒടുവിൽ അമേരിക്കൻ കപ്പലുകൾ പിൻവാങ്ങി എന്നാണ് IRGC അവകാശപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സെൻകോം പറഞ്ഞിട്ടുള്ളത് ഇതൊരു പതിവ് യാത്ര മാത്രമായിരുന്നു, തങ്ങളുടെ കപ്പൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അതിലൂടെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് U-ടേൺ അടിച്ച് തിരിച്ചു പോന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെയാണല്ലോ, അമേരിക്കയുടെ ആര് ചത്ത് കഴിഞ്ഞാലും അത് ഇറാൻ കൊന്നതല്ല. അമേരിക്കയുടെ എത്ര ഫ്ലൈറ്റുകൾ വീട് കഴിഞ്ഞാലും അത് ഇറാൻ വെടിവെച്ചതല്ല, അവർ സ്വയം വെടിവെച്ചിട്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. ഇവിടെ അത് തന്നെ ഇതൊരു പതിവ് റൗണ്ടിങ് മാത്രമായിരുന്നു. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ U-ടേൺ അടിച്ച് പോകുന്നതാണെന്നാണ് സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്നും നടക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ, ഇന്നിപ്പം ഈ പേരും പറഞ്ഞിട്ട് അവിടേക്ക് ഏതെങ്കിലും കപ്പലുകളെ വിട്ട് കഴിഞ്ഞാൽ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഉള്ള എല്ലാ റെഡിയാക്കി നിൽക്കും. അപ്പം അമേരിക്കയുടെ പറഞ്ഞ കപ്പലുകളൊക്കെ തിരിച്ചു പോകും. അത്രേ വരാൻ പോകുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് അവിടെ ഒരു രീതിയിലുള്ള എന്താ പറയുക ഇതും വരാൻ പോകുന്നില്ല. കാരണം പേടിച്ചിരിക്കുന്ന അവസ്ഥ. അതായത് കംപ്ലീറ്റ്ലി അമേരിക്കയുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അമേരിക്കൻ സപ്പോർട്ടേഴ്സും പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിൽ മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ചരക്ക് വിമാനങ്ങൾ വഴി വൻതോതിലാണ് യുദ്ധസാമഗ്രികൾ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട്, അതായത് മിഡിൽ ഈസ്റ്റിലോട്ടും അതുപോലെ തന്നെ ഇസ്രായേലിലോട്ടും എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഡെൽറ്റ ഫോഴ്സ്, അതുപോലെ തന്നെ സീൽ ടീം 6 തുടങ്ങിയ പ്രത്യേക സൈനിക വിഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സൈനികരെയും യുദ്ധത്തിനായിട്ട് അമേരിക്ക ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ ബേസുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കരാറിൽ എത്താൻ ഏതായാലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇതേ സമയം ഹോർമോസിലെ
ഉപരോധങ്ങൾ തങ്ങൾ പങ്കാളികളാവില്ല എന്ന് ബ്രിട്ടൻ വീണ്ടും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റലി വീണ്ടും അറിയിച്ചിട്ടുണ്ട്. ചെയ്യുന്നത് കറക്റ്റല്ല. സ്പെയിൻ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നുണ്ട്. ചൈന റഷ്യയും ഇതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫ്രാൻസും അങ്ങനെ കുറേ രാജ്യങ്ങൾ എവിടെയും ഒന്നും പറയാൻ പറ്റാണ്ടൊന്നും മിണ്ടാൻ പറ്റാണ്ട് ഇതിനെ അപലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. ഇന്നലെ വന്ന വേറെ ചില നൈറ്റിൽ വന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഈ വീഡിയോ ഞാൻ രാവിലെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും നൈറ്റിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഇറാൻ്റെ മെമ്പർ ഓഫ് ദി സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ഡയഗ്നോസിസ് കൗൺസിൽ മേജർ ജനറൽ മൊഹസിൻ റസായി പറഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് ആസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഫേഡ് ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് അഗെയിൻസ്റ്റ് ഇറാൻ ഇൻ ദ ഓപ്പണിംഗ് ഓഫ് ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്, ഇറ്റ് ഈസ് ഓൾസോ ഡൂം ടു ഫെയിൽ ഇൻ പോസിങ് എ നേവൽ ബ്ലോക്കേഡ്. അതായത് കംപ്ലീറ്റ്ലി അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും വലിയൊരു തോൽവിയാണ് ഇറാനുമായിട്ടുള്ളത്. ആ തോൽവി വന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറക്കും എന്ന് അവരുടെ പ്രഖ്യാപനത്തിൽ അവർക്ക് ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തോൽവി ഇതാണ്. അതൊരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ലാത്ത ചില കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, മറ്റ് ചില ഇത് വന്നിട്ടുള്ളത് ഇറാൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഇറാനിയൻ ഷൂറ കൗൺസിലിൻ്റെ ഹെഡുണ്ട് മുഹമ്മദ് ബാഗർ ഗലീബഫ് പറഞ്ഞിട്ടുള്ളത്, ദ റീസെൻറ്റ് ത്രെറ്റ് ഫ്രം ട്രംപ് ഡു നോട്ട് എഫക്ട് ദ പീപ്പിൾ ഓഫ് ഇറാൻ. ദിസ് ഈസ് നോട്ട് എ സ്ലോഗൻ ബട്ട് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അതായത് ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇറാനിലെ ആളുകൾക്കും അല്ലെങ്കിൽ ഇറാനികൾക്കും അതൊരു പേടി അല്ലെങ്കിൽ ത്രെട്ടായിട്ട് ഞങ്ങൾ തോന്നിയിട്ട് പോലില്ല. അത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഞങ്ങളത് തെളിയിച്ചു. കഴിഞ്ഞ 40 ദിവസത്തിൻ്റെ യുദ്ധത്തിൽ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. ഇഫ് യു ഫൈറ്റ് വി വിൽ ഫൈറ്റ് ആൻഡ് ഇഫ് യു കം വിത്ത് ലോജിക് വി വിൽ ഡീൽ വിത്ത് ലോജിക് ആൻഡ് വി ആർ നോട്ട് സബ്ജക്ട് ടു എനി ത്രെറ്റ്. ഇഫ് ദേ ടെസ്റ്റ് അവർ വിൽ അഗെയിൻ വി വിൽ ടീച്ച് ദം എ ബിഗർ ലെസൺ. അതായത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ ബുദ്ധി തലയിൽ എവിടെയെങ്കിലും ഇച്ചിരി മൂള ബാക്കിയുണ്ടെങ്കിൽ അതുമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ മൂള വെച്ചിട്ട് നമുക്കുണ്ട് PhD കാരാണ് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ മൂള വെച്ചിട്ട് അതിനെതിരെ അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കും. അതല്ല നിങ്ങൾ ഞങ്ങളങ്ങനെ ത്രെട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും. വി വിൽ ടീച്ച് യു എ ബിഗർ ലെസൺ. ഞങ്ങൾ നിങ്ങളെ വലിയൊരു ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കും. അത് മാത്രമല്ല അതായത് ഓരോ സ്ഥലത്തെ US വാർപ്ലെയിൻ അതൊക്കെ ഇത് പല സ്ഥലങ്ങളെയും ഇപ്പോഴത്തെ ഓയിലിൻ്റെ പ്രൈസ് എൻജോയ് ദ current pump figure with the so-called blockade soon will be nostalgic for. അതായത് ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ ക്രൂഡിൻ്റെയും ഒക്കെ വിലയാണ് കാണിച്ചു കൊടുക്കുന്ന ഓരോ ഏരിയകളിലെയും എത്രത്തോളം വില വന്നിട്ടുണ്ട് ഈ ബ്ലോക്കേഡ് നിങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ പ്രൈസിങ് ലിസ്റ്റും കൂടെ പുള്ളി അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപഠിക്കുക. ഇതാണ് അവസ്ഥ. നിങ്ങൾ അവിടെ കിടന്ന് ചലച്ചുകൊണ്ടിരുന്നാൽ ഇതൊക്കെയാണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലും ഇതിൻ്റെയും മാത്രമല്ല സകല ചരക്കും നീങ്ങുന്ന സ്ഥലമാണ്. ലോകത്തിൻ്റെ തന്നെ 20% ചരക്കുകൾ നീങ്ങുന്ന സ്ഥലമാണിത്. ഇത് അമേരിക്ക തന്നെ അടക്കുകയാണെങ്കിൽ ഇറാനും കൂടെ ആരിത്ര റിസ്ക് എടുത്തതുപോലെ പോവും. അമേരിക്ക പറയാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇറാനല്ല ഞങ്ങൾ പോയി അടിച്ചു എന്ന് പറഞ്ഞാൽ ആരത്ര റിസ്ക് എടുക്കുക? കോടിക്കണക്കിൽ രൂപയുടെ സാധനങ്ങൾ, കോടിക്കണക്കിൽ വില വരുന്ന ഷിപ്പുകൾ ആരും പോകില്ല. ആരും റിസ്ക് എടുത്ത് അതിൽ കൂടെ പോകില്ല. അത് അമേരിക്കയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക നിങ്ങൾ ചാടിക്കോ ഓടിക്കോ എന്നും പറഞ്ഞതിൻ്റെ മുമ്പിലോട്ട് ഈ ആളുകളെ പാവപ്പെട്ട മറ്റാളുകളെ വിട്ടുകൊടുക്കുന്നത്. ഇതേ സ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഈ IRGC ഒരു വീഡിയോ ക്യാപ്ചേർഡ് ബൈ എ ഡ്രോൺ, IRGCയുടെ ഡ്രോൺ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ദ റിയൽ സിറ്റുവേഷൻ ഇൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നും പറഞ്ഞിട്ട് ഒരു പാസിംഗ് അവിടെ നടക്കുന്നില്ല. അവിടുത്തെ ഒരു പ്ലെയിൻ രൂപം ഏതാണ് അവസ്ഥ എന്നും പറഞ്ഞിട്ട് IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. IRGCക്ക് അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. അത് അവർ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ അല്ലെങ്കിൽ നമ്മളാ പറഞ്ഞ പടുക്കളവനെ ചെന്നിക്കളവൻ പറഞ്ഞിട്ടുള്ള കഥകളല്ല അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കാണിച്ചിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ ഏറ്റവും വലിയ മൂട് താങ്ങി ഒരു ന്യൂസാണ് ഈ ഫോക്സ് ന്യൂസ് അല്ലെങ്കിൽ ഫോക്സ് ചാനൽ എന്ന് പറയുന്നത്. ഫോക്സ് ചാനലിൻ്റെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ദിസ് ടാസ്ക് ഇസ് വെരി ഡിഫിക്കൽട്ട്. അതായത് ഈ ഹോർമോസ് നിങ്ങൾ പിടിച്ചെടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ അടയ്ക്കും എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ബിക്കോസ് ദ ഇറാനിയൻസ് ഹാവ് എ സ്മോൾ ബോട്ട് ഫോർ ബ്ലൈൻഡിങ് മൈ. അതായത് ഇറാനിൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. വിത്ത് മിസൈൽ ലോഞ്ചറുകൾ ഘടിപ്പിച്ചിട്ടുള്ള ചെറിയ ബോട്ടുകളുണ്ട്. അത് അവരവിടെ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ മൊത്തം മൈനുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ദിസ് ബോട്ട് ക്യാൻ ഡിസ്പേർഡ് ഗ്ലോബൽ ട്രാൻസ്പോർട്ട് മൂവ്മെൻറ്റ് വർത്ത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് യൂസിങ് ജസ്റ്റ് വൺ മൈൻ വർത്ത് എ ഫ്യൂ. അതായത് ചെറിയ പൈസക്കുള്ള ഈ ചെറിയ മൈനുകൾ വെച്ചിട്ട് കോടിക്കണക്കിൽ രൂപയുടെ ഡോളർ വരുന്ന രൂപയുടെ കപ്പലുകളും അല്ലെങ്കിൽ ആസ്തികളും പൊളിച്ച് കളിക്കാൻ ഈസി ആയിട്ട് ഇറാന് പറ്റും. ദീസ് മൈൻസ് ഓൾറെഡി ഫ്രം എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ. അതായത് ഇത് ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അമേരിക്കക്ക് ഇതിലൂടെ വളരെ ഈസി ആയിട്ട് കടത്തിവിടാം എന്നുള്ളത് വെറുതെ തോന്നുന്ന ഒരു
ചിന്ത മാത്രം എന്നാണ് ഫോക്സിൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വേറെ ചില കാര്യപ്പെട്ട കാര്യം പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഇന്നലെ ഇറാനിയൻ ഒഫീഷ്യൽസ് തിരിച്ചു പോകുന്ന വീഡിയോ ആയിട്ട്, തിരിച്ചു പോകുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അവർക്ക് അകമ്പടി പോകുന്നതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈവൻ ഈ അമേരിക്കനെ ഇസ്രായേലിനും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മടക്കയാത്രയിൽ പോലും ഇറാൻ്റെ പ്രതിനിധികളെ അവർ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരുന്നു. കാരണം പറഞ്ഞ വാക്കിനും ജനിച്ച തന്തക്കും ആരാണ് അല്ല പറഞ്ഞത് എന്താണെന്ന് ചിന്തിക്കാത്ത ആളുകളാണ് ഈ പറഞ്ഞ അമേരിക്കയും ഇസ്രായേലികളും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പോയിട്ടുള്ള ഒരു ഇമേജസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, രണ്ട് ഓയിൽ ടാങ്കേഴ്സ് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുള്ള 2 ഓയിൽ ടാങ്കേഴ്സ് ഇതിലൂടെ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്തതിൻ്റെ പിക്ചേഴ്സാണ്, സാറ്റലൈറ്റ് പിക്ചേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇറാൻ അപ്പോൾ തന്നെ IRGCയുടെ പേടിയുള്ളത് കൊണ്ടൊക്കെ തന്നെ അവരത് പകുതിയിൽ വെച്ചിട്ട് അവർ തിരിച്ച് റിട്ടേൺ പോയിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റേ വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇപ്പം US-ലാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തോട്ട് വിട്ടിട്ടുള്ള മറ്റൊരു ന്യൂസ് കൂടെ പറഞ്ഞുതരാം. ഗൾഫ് അലയൻസ് അതായത് US-ൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ഏറ്റവും കൂടുതൽ നാവികയല്ല, അതായത് എന്താ പറയുക, സപ്പോർട്ട് ഇപ്പോൾ ബേസുകളായിട്ടും അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധസാധനങ്ങളൊക്കെയാണ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പാട്രിയോട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് വാൾ സ്ട്രീറ്റ് ജേർണലിൽ വന്നതാണ് കേട്ടോ, ഞാൻ അടിച്ചു വിട്ടതല്ല, വന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. അതായത് സ്പെഷ്യലി സൗദി അറേബ്യ, UAE, ഖത്തർ cast wider net to source supplies from South Korea system to low cost British missiles. അതായത് ലോ കോസ്റ്റിൽ മറ്റ് സ്ഥലങ്ങൾ, അതായത് അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന മറ്റ് സൗത്ത് കൊറിയ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോ കോസ്റ്റ് ബ്രിട്ടീഷ് മിസൈൽസും ഒക്കെ അവർ വാങ്ങിക്കാനുള്ള ട്രൈ ഉണ്ട്. കാരണം അമേരിക്കയുടെ ഈ പറഞ്ഞ സിസ്റ്റംസിന് എത്ര ഈസി ആയിട്ടാണ് ഇറാൻ തകർത്തത് നമ്മൾ കണ്ടു അല്ലേ. അടുപ്പിച്ചൊരു 10 മിസൈലുകളും ഡ്രോണുകളും പോകുമ്പോൾ തന്നെ തീരുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബഹ്റൈനിലും കുവൈറ്റിലും സൗദിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കന് ഞങ്ങൾ പഴയ പോലത്തെ വിശ്വാസം കാര്യങ്ങളിൽ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ മറ്റ് സൗത്ത് കൊറിയ പോലത്തെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള സിസ്റ്റങ്ങൾ നോക്കിയിട്ട് സൗദിയും അതുപോലെ തന്നെ ഖത്തറും UAE ഈ 3 രാജ്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള ചില ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ചർച്ച നടക്കാതെ അലസി പോകാനുള്ള, അതായത് തുടക്കത്തിൽ നമ്മൾ ചെയ്ത ന്യൂസിലും നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ചില പോസിറ്റീവ് ഇമ്പാക്റ്റ് ചർച്ചയിൽ വരുന്നുണ്ട്, വന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ആദ്യത്തെ 2 കാര്യങ്ങളൊക്കെ സമ്മതിച്ച് പോയ ചർച്ചയായിരുന്നു. പെട്ടെന്ന് ചർച്ച കംപ്ലീറ്റ്ലി തകിടം മറിച്ചത് ഒരേ ഒരു ചെകുത്താനാണ്, ഈ ചുണ്ടലി ചെകുത്താനാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അബ്ബാസ് അറാഖ്ചി തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ പുള്ളി ഇന്നലെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണാത്തവരിൽ അറിയാത്തവർക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നു മാത്രം. അതായത് US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ പ്രതിനിധികളും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഫോൺ കോള് പെട്ടെന്ന് ഇടയിൽ വാൻസിൻ്റെ അടുത്തോട്ട് വിളിച്ചതായിട്ടും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ കോൾ ചർച്ചയുടെ ദിശ തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനുമായിട്ടുള്ള ചർച്ചയേക്കാൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതാണ് അതായത് യുദ്ധം നിർത്തരുത്, അയാൾക്ക് സേഫ് ആവണം, അല്ലെങ്കിൽ വിശാല ഇസ്രായേൽ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് മെയിൽ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പൂട്ടും എന്നുള്ള പല കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ ഒരു ഡസൻ കണക്കിൽ ടൈമിൽ വിളിച്ചു എന്നാണ് JD വാൻസ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഇനി അത് മാത്രമല്ല, ആ കൂട്ടത്തിൽ മറ്റ് കോളുകൾ വന്നിട്ട് ഈ ചർച്ച ഈ രീതിയിൽ തകിടം മറച്ചതിനുള്ള മെയിൻ ഉത്തരവാദി നമ്മുടെ ചുണ്ടലി നെതന്യാഹു തന്നെയാണ്. ആ ചെകുത്താൻ തന്നെയാണ് ആ കോൾ ചെയ്തതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രാത്രി, നമ്മൾ കിടന്നതിന് ശേഷമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളൊക്കെ. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് സജഷനായിട്ട് കമൻറ്റിൽ കൊടുത്തേക്കാം. ശരി.